ദിവസത്തെ വാർത്ത കണ്ടിരുന്നു പരിക്ക് പറ്റിയത്. പിന്നെ ഒരുപാട് ആർക്ക് പരിക്ക് പറ്റി? മന്ത്രിക്കോ? മന്ത്രിക്ക് പരിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എല്ലാവരും കണ്ടല്ലോ. അതിന്റെ ഒരു സത്യാവസ്ഥ എന്തായിരിക്കും? അവസ്ഥ എന്താന്ന് വെച്ചാൽ കഴുത്തുളിഞ്ഞ് ഉളുക്കിയൊന്നും പറഞ്ഞിട്ട് ഐസിയുലാവേണ്ട ആവശ്യമില്ല. അവരടിച്ചെന്ന് ഇടിച്ചെന്നും പറഞ്ഞ് ആക്ഷൻ കാണിച്ച ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ വിട്ടികളാണ്. പക്ഷെ അത് വ്യാജമാണെന്ന് തന്നെയാണ് മൊത്തം ജനസംസാരം. കേട്ടിടത്തോളം മതി. എല്ലാ അസൂയാലുക്കളാ. ഒരുപാട് വിമർശനങ്ങൾ വന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് മുതൽ മന്ത്രി നല്ല അഭിനേത്രിയാണ്, മോണാക്ടിന് സമ്മാനം കിട്ടിയിട്ടുണ്ട്, ഇതൊക്കെ അഭിനയമാണ്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതേക്കുറിച്ചുള്ള പ്രതികരണം അത് ഉത്തരം പറ. വാസ്തവത്തിൽ അന്ന് കണ്ണൂരിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനമാണ്. നമ്മുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണല്ലോ. എന്നോട് ഞാൻ ചോദിച്ചോടാ കുഞ്ഞിരാമ കൊണ്ടുപോടാ. അപ്പൊ ആ പ്രോജക്റ്റ് കേരളം എക്കാലത്തും ഓർത്തു വെക്കാവുന്ന ഒരു പ്രോജക്റ്റാണ്. നമ്മളൊരു ഗവേഷണ കേന്ദ്രം. കാരണം കേരളത്തിന്റെ ആയുർവേദ രംഗത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നീ എന്തിനാണ് ഇവിടെ പറയുന്നേ? സാറേ, എനിക്ക് തലവേദന എടുക്കുന്നു. നമ്മൾ ഇത്രയും വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇത്രയും പേര് കേട്ടൊരു സംവിധാനത്തിൽ അത്ര കണ്ട ആളുകൾ ഇവിടേക്ക് വരികയോ വാലും തുമ്പും ഇല്ലാതെ പറഞ്ഞോണ്ടിരിക്കാതെ നിങ്ങൾ പോയിന്റിലേക്ക് വാ. രാവിലെ മുതൽ ഇപ്പൊ തലശ്ശേരിയിൽ നിന്ന് ഞാൻ രാവിലെ മട്ടന്നൂരിലേക്ക് പോകുമ്പോൾ തന്നെ കരിങ്കൊടി പ്രയോഗമുണ്ട്. സ്വാഭാവികം. ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ ഗ്ലാസ്സിൽ വന്ന് അടിച്ചിട്ട്, ഞാൻ ഇരിക്കുന്നതിന്റെ അപ്പുറത്തെ ഗ്ലാസ്സിൽ തന്നെ വന്ന് അടിച്ചിട്ടാണ് പോലീസിന്റെ കൈകളിലൂടെ മുന്നോട്ട് വന്ന് അവിടെ അങ്ങനെ പ്രതിഷേധിച്ചു. സത്യമായി പറയുന്നവനായി രാജാക്കന്ന്. പിന്നീട് കണ്ണൂരിൽ എത്തിയപ്പോൾ, ടൗണിൽ എത്തിയപ്പോൾ, പുഴാതിയിലേതും കഴിഞ്ഞ് കണ്ണൂരിൽ എത്തിയപ്പോൾ അവിടെ വന്ന് വണ്ടി തടയുകയും അതോടൊപ്പം എന്റെ ഫ്ലാഗ് പോസ്റ്റ് ഓടിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. സത്യമാണോ? നിങ്ങളുടെയൊക്കെ അമ്മയാണ് സത്യം. യുവർ മദേഴ്സ് പ്രോമിസ്. റെയിൽവേ സ്റ്റേഷനിൽ കയറി ആദ്യത്തെ പ്ലാറ്റ്ഫോം ടിക്കറ്റൊക്കെ കൊടുക്കുന്ന ഇടം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഒളിഞ്ഞിരുന്നിട്ടാണ് ഇവർ മുന്നിലേക്ക് ചാടി വരുന്നത്. സംശയമൊന്നുമില്ലല്ലേ? ഒരു ഇരയൊക്കെ കാണുമ്പോൾ ഒരു പുലി പതുങ്ങിയിരുന്നിട്ട് ആക്രമണം നടത്തുന്നത് പോലെയാണ് ചാടി വീഴുന്നത്. ഒന്ന് പോവാണ്ട് അവിടെ നോടാണെങ്കിൽ കേൾക്കാൻ നല്ല രസമുണ്ട്. ചാടി വീഴുമ്പോൾ വാസ്തവത്തിൽ ഈ പോലീസിന്റെ വലയത്തിനുള്ളിലേക്ക് ഒരാൾ കടന്നു വരുന്നത്. അപ്പൊ ആദ്യം ഒരാൾ വന്നു കരിങ്കുടിയുമായിട്ട്. ആ കരിങ്കുടിയുമായിട്ട് വന്ന ആളിലേക്ക് പോലീസിന്റെ ശ്രദ്ധ സ്വാഭാവികമായിട്ട് പോയി. അപ്പൊ രണ്ടാമത്തെ ആള് ഇതിനുള്ളിലൂടെ, ഈ സുരക്ഷാ വലയത്തിനുള്ളിലൂടെ അകത്തേക്ക് എത്തിയിട്ടുണ്ട്, എന്റെ അടുത്തെത്തിയിട്ടുണ്ട്. അതിന്റെ വിഷ്വൽസ് ഉണ്ട്. വിശ്വാസം വരണില്ലല്ലേ? ഈ കഥയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പൊ നമ്മൾ കാണുന്നത് ഇതൊക്കെ ഇവർ കൊണ്ടുവന്നിട്ടുള്ള ക്യാമറകളാണല്ലോ, അല്ല ഇവർക്ക് വേണ്ടി എടുക്കാൻ വന്നിട്ടുള്ള ഫോണുകളും ക്യാമറകളും ഒക്കെ ആണല്ലോ ഈ അവിടെ നിന്ന ആളുകൾ. അപ്പൊ അവരുടെ ഒരു ഭാഗമാണ് കാണിക്കുന്നത്. എന്നിരുന്നാലും അതിലും ഇത് വന്നിട്ടുണ്ട്. അപ്പോ അടുത്തേക്ക് വന്നിട്ട് അയാളാണ്, അവിടെ ഒരു പിടിവലി ഉണ്ടാകുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. എന്റെ ദേഹം നൊന്തിട്ടുണ്ട്. ഇത് താൻ പോയി വല്ല സ്കൂൾ മാസ്റ്റർമാരോടും പറയാം, ചിലപ്പോ അവർ വിശ്വസിച്ചോളൂ. ഈ പിടിവലിക്കിടെ പോലീസുകാരുടെയോ ഉദ്യോഗസ്ഥരുടെയോ മറ്റോ കൈ തട്ടിയതോ അങ്ങനെയാണെങ്കിലോ? അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. ഇപ്പൊ പറഞ്ഞു ഈ സമരക്കാരോ അല്ലെങ്കിൽ അവരുടെ കൂടെ ഉള്ള ആളുകളോ ഷൂട്ട് ചെയ്ത വീഡിയോ ആണല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതൊരു റെയിൽവേ സ്റ്റേഷനാണ്, അവിടെ CCTV ഉണ്ട്. ഒരു ദൃശ്യങ്ങളിൽ നിന്നും KSUക്കാർ മന്ത്രിയെ ആക്രമിക്കുന്നതായ ഒരു ദൃശ്യമില്ല. അത് പിന്നെ മാത്രമല്ല RPF ഈ ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം അവർക്ക് KSU പ്രവർത്തകർ മന്ത്രിയെ ഫിസിക്കലി അസോൾട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു തെളിവോ അല്ലെങ്കിൽ അതിന്റെ ഒരു സൂചനയോ കിട്ടിയിട്ടില്ല. എന്നെയാണ് വിശ്വാസം. ഓ പിന്നെ പറഞ്ഞ വാക്ക് പാലിക്കുന്നല്ലേ നീ? ഞാൻ KSUവിന്റെ അടുത്തേക്ക് പോയതാണോ? അതല്ല, ഞാൻ ഒരു ആക്രമണത്തിന് ഏതെങ്കിലും ഒരാളിന്റെ അടുത്തേക്ക് പോയതാണോ? ഇതെന്ത് ന്യായം? ഇതാ ഇവിടുത്തെ ന്യായം. ഇത് വളരെ ക്ലിയർ ഇന്റൻഷനോട് കൂടി എന്നെ ഉപദ്രവിക്കണം എന്നുള്ള ഇന്റൻഷനോടും ആക്രമിക്കണം എന്നുള്ള ഇന്റൻഷനോട് കൂടിയാ വന്നത്. അപ്പൊ ഞാൻ ചെല്ലുമ്പോ അവർക്ക് മുദ്രാവാക്യം വിളിച്ചിട്ട് കരികൊടി കാണിക്കാലോ. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇവര് പതിയിരിക്കുന്നു. പതിയിരുന്നിട്ട് എന്താ ചെയ്യുന്നത്? ഈ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോ ചാടി വീഴുകയാണ് ചെയ്യുന്നത്. ചാടി വീണിട്ട് അവിടെ നിൽക്കുവാണോ ചെയ്യുന്നത്? അല്ല, അതിലൊരാൾ ഈ പോലീസ് വലയം ഭേദിച്ച് എൻ്റെ അടുത്തേക്ക് ഓടിയെത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ഇന്റൻഷനോട് കൂടിയിട്ടാണ് കായികമായിട്ട് ആക്രമിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ നമ്മൾ കാണേണ്ടതായി. നീ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ നുണ പറയണേ? ശീലായി പോയി കുരിഞ്ഞേട്ടാ, മാറ്റണം. നല്ല ശീല. നീ ഞാൻ പറഞ്ഞോണ്ട് മാറ്റണ്ട. ഇനി ആരും സൂത്രം കാണിച്ചാ ദിവസം വാർത്തയൊക്കെ കണ്ടിരുന്നു. മന്ത്രിക്ക് പരിക്ക് പറ്റി വാർത്ത കണ്ടിരുന്നു. എന്താ അതിനെ പറ്റി? എന്താ പറയുക? ഒരു കയ്യബദ്ധം നാറ്റുകരുത്.
അത് ഇന്റൻഷനലി ചെയ്തതാണെന്ന് എനിക്ക് തോന്നിയില്ല. ആ ഒരു ഇടിയും ബഹളത്തിന്റെ ഇടയിൽ അറിയാതെ വല്ലതും പറ്റിയതായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ആരോഗ്യ മേഖല നിലവിൽ എങ്ങനെയുണ്ട് നമ്മുടെ? ഇപ്പം കൂടുതലും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രി കരിങ്കോട് കാണിച്ചതും പരിക്ക് പറ്റിയതൊക്കെ ശ്രദ്ധിച്ചിരുന്നോ? കണ്ടിരുന്നോ? കണ്ടു. എന്ത് തോന്നുന്നു അതിനെ പറ്റിയിട്ട്? അത് ആവശ്യമില്ലാത്തൊരു കാര്യമാണെന്ന് തോന്നുന്നു. എന്താ നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ലല്ല നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത്. ആ സമയത്ത് മന്ത്രി ആദ്യ നേരം തന്നെയാണ്, പിന്നീടാണ് അവര് ഇത്രയും അഭിനയം പോലെ തോന്നിയത്. അത് ശരി. അപ്പൊ ഇവിടെ ആർക്കും എന്നെ വിശ്വാസമില്ലേ? മുതലാളി എങ്ങനെ വിശ്വസിക്കും? ഇതല്ലേ ഇപ്പോഴത്തെ എന്താ പറയുക സൂപ്പർ വുമൺ അല്ലെങ്കിൽ എന്താ പറയുക സൂപ്പർ സ്റ്റാർ എന്ന് പറയാൻ പറ്റും, അല്ലെ ആണായാലും പെണ്ണായാലും. ഈ ദിവസത്തെ വാർത്ത കണ്ടിരുന്നോ പരിക്ക് പറ്റിയത്? പിന്നെ ഒരുപാട് ആർക്ക് പരിക്ക് പറ്റി? പരിക്ക് പറ്റിയെന്ന് തോന്നുന്നുണ്ടോ? മന്ത്രിക്കോ? മന്ത്രിക്ക് പരിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എല്ലാവരും കണ്ടല്ലോ. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ അത് ഈ സമരം നടത്തിയ കുട്ടികളെ പിടിച്ചു മാറ്റി അവർക്കൊരു ബലപ്രയോഗം ആ പോലീസിന്. മന്ത്രിക്ക് ഒന്നും പറ്റിയിട്ടില്ല. ചിലരൊക്കെ പറയുന്നുണ്ട് പോലീസുകാരുടെ സമ്മർദ്ദം കൊണ്ട് പറ്റി. ഒന്നുമില്ല, പോലീസുകാർ വളയം വിട്ടു നിൽക്കുന്നുണ്ട്. ആ സർക്കിളിനകത്താണ് അവർ നിൽക്കുന്നത്. പോലീസുകാർ പോലും അവിടെ ശരീരത്ത് തൊടുന്നില്ല. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. എനിക്കൊരു അഭിപ്രായമുണ്ട്, CPM-കാരൊക്കെ പറയുന്നുണ്ട് മന്ത്രിക്ക് പരിക്ക് പറ്റി, ആരൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ നോക്കത്താ ദൂരത്തുനിന്നൊരു സിനിമ ഉണ്ട്, അതിൽ മോഹൻലാലിന് ഉപയോഗിക്കുന്നൊരു കണ്ണാടി നാദിയ മൊയ്തു പറയുന്നുണ്ട്. അത് വെച്ച് കണ്ട വേറെ എന്തൊക്കെ കാണാൻ പറ്റുമെന്ന്. അപ്പോൾ അതുപോലുള്ള വല്ലതും വെച്ചാണ് CPM കണ്ടെങ്കിൽ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് ആ ഒരു കണ്ണാടി കൊടുക്കണം. ആരോഗ്യ മേഖലയിൽ എങ്ങനെയാ വികസനമൊക്കെ? അറിഞ്ഞിടത്തോളം അത്ര പോരാ. അന്യനായിട്ട് എന്നെ അപമാനിക്കരുത്. അവരാരും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. ഇതിൽ കാണാമല്ലോ, CCTV-യുടെ ഇതിൽ കാണാം. കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ എന്തായിരിക്കും മന്ത്രിക്ക് പരിക്ക് പറ്റിയെന്ന് പറയുന്നത്? മെഡിക്കൽ ബുള്ളറ്റിനിലോ അങ്ങനെയല്ലേ പറഞ്ഞേ? ഡോക്ടർമാർ പറഞ്ഞ പരിക്കുണ്ടെന്ന്. ഡോക്ടർമാരാ പറഞ്ഞത്. അപ്പോൾ അതിനു മുമ്പ് നേരത്തെ ഉള്ള പരിക്കായിരിക്കും. ഇതുപോലെ മന്ത്രി ലോകത്തില്ല, നമ്മൾ കണ്ടിട്ടില്ല. വെളി രാജ്യത്തും പോയിട്ടുണ്ട്, ഇതുപോലെ ഒരു മന്ത്രിയെ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ തെറി വിളിക്കല്ലേ, ഒരു മനുഷ്യനാണ് ഞാൻ. അവരടിച്ചെന്ന് ഇടിച്ചെന്നും പറഞ്ഞ് ആക്ഷൻ കാണിച്ച ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ വിട്ടികളാണ്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇങ്ങനെയുള്ള മന്ത്രിമാരെ നമ്മൾ വെക്കുന്നത് തന്നെ നാണക്കേടാണ് ലോകത്ത്. പരിക്ക് പറ്റിയെന്നൊക്കെ പറഞ്ഞത് എവിടെ? ഇതെല്ലാം ആക്ഷൻ അല്ലേ? എവിടെ പരിക്ക്? ആരെങ്കിലും തൊട്ടാ ഒന്നും വേണ്ടായിരുന്നു, വെറുതെ തെറി കിട്ടും. പരിക്ക് അവർക്ക് പറ്റിയിട്ടും ഇല്ല. ഇത് അവിടെ നിൽക്കണവർക്ക് അറിയാമല്ലോ, നമുക്ക് അറിഞ്ഞൂടാ പരിക്ക് പറ്റി. അവരുടെ സെക്യൂരിറ്റി എല്ലാം എവിടെ പോയിരുന്നത്? അത് പിണറായി ഗവൺമെന്റിന്റെ പരാജയമല്ലേ, അവരെ പോയി തൊടണമെങ്കിൽ. നോ പ്രോബ്ലം, എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. അതിന്റെ ഒരു സത്യാവസ്ഥ എന്തായിരിക്കും? അവസ്ഥ എന്താന്ന് വെച്ചാൽ കഴുത്തുളിഞ്ഞ് ഉളുക്കിയെന്നും പറഞ്ഞിട്ട് ICU-ലാവേണ്ട ആവശ്യമില്ല. പക്ഷെ അത് വ്യാജമാണെന്ന് തന്നെയാണ് മൊത്തം ജനസംസാരം. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ.